പെട്ടെന്നായിരുന്നു ഇതെല്ലാം കേട്ട് നിന്ന മറ്റൊരാൾ അവിടെ വന്നത്. ഭീഷ്മ. ഭീഷ്മ ഈ ഒരു തീരുമാനത്തെ രോഷാകുലനായി എതിർത്തു. ഈ ഒരു കാര്യം ഒരിക്കലും നടക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. ഭീഷ്മയുടെ വാക്കുകൾ കേട്ട ദുര്യോധനൻ പൊട്ടിത്തെറിച്ചു. എനിക്കെന്റെ പിതാവിന്റെ സമ്മതം മാത്രം മതി. പിതാമഹന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇത് കേട്ട ധൃതരാഷ്ട്രരും ഗാന്ധാരിയും യഥാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു. കാരണം ആദ്യമായിട്ടാണ് ഹസ്തിനപുരത്ത് ഭീഷ്മയ്ക്കെതിരെ ഒരാൾ അമർഷത്തിൽ സംസാരിക്കുന്നത്. ദുര്യോധനൻ ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. പല ചതിക്കുഴികൾ ചിലപ്പോൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകാം. ഞാൻ ദുര്യോധനന് വാക്ക് കൊടുത്തുപോയി. ഇനി അതെനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പിറ്റേന്നാൾ ധൃതരാഷ്ട്രർ വിതുരരെ കാണാൻ വേണ്ടി ക്ഷണമറിയിച്ചു. ധൃതരാഷ്ട്രരുടെ ഉദ്ദേശം വിതുരരോട് പങ്കുവച്ചു. അങ്ങനെ വിതുരർ ധൃതരാഷ്ട്രരുടെ നിർബന്ധത്തിൽ യുധിഷ്ഠിരനെ ക്ഷണിക്കുവാനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി. ഈ മത്സരം നടക്കരുതെന്നുള്ള ആഗ്രഹം വിതുരർക്കുണ്ടായിരുന്നു. കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭവിഷ്യത്ത് നല്ലതുപോലെ അയാൾക്കറിയാമായിരുന്നു. അവരുടെ പുതിയ ഒരു കപടനാടകം, പകിടകളി, അതിന് ക്ഷണിക്കാൻ ഞാനിവിടെ ഒരു പേരിന് മാത്രം വന്നതാണ്. യുധിഷ്ഠിരൻ ക്ഷണം നിരസിച്ചു എന്ന സന്ദേശം അവിടെ എത്തിക്കാൻ വേണ്ടി മാത്രം. വിതുരരുടെ തീരുമാനത്തിൽ പാണ്ഡവരെല്ലാം സമ്മതം മൂളി. വിതുരർക്ക് സന്തോഷമായി. അയാൾ കൊട്ടാരത്തിൽ നിന്നുമിറങ്ങി. ഇറങ്ങാൻ നേരമാണ് പിറകിൽ നിന്നും ഒരു വിളി വരുന്നത്. എന്തായാലും എന്നെ ക്ഷണിക്കാൻ ഇവിടെ വരെ അവർ അങ്ങേ അയച്ചതല്ലേ? കൃത്യസമയത്ത് യുധിഷ്ഠിരൻ അവിടെ ഉണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞേക്ക്.